അതിർത്തിക്കപ്പുറത്ത് നിന്നുള്ള ഷെൽ വർഷവും ഡ്രോൺ ആക്രമണ ഭീഷണിയും ഒഴിഞ്ഞതോടെ സമാധാനത്തിന്റെ പുലരിയിലേക്കാണ് കശ്മീർ മിഴി തുറന്നത്. ഇന്നലെ രാത്രി ഡ്രോൺ ആക്രമണങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ശ്രീനഗറിലും ജയ്സാൽമീർ ഉൾപ്പെടെയുള്ള അതിർത്തി ഗ്രാമങ്ങളിലും രാവിലെ മുതൽ സ്ഥിതി ശാന്തമാണ്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും സ്നേഹ എസ് നായർ ചേരുകയാണ്. സ്നേഹ, വലിയ ശാന്തത ഇപ്പോൾ നമ്മുടെ അതിർത്തി ഗ്രാമങ്ങളിൽ നിലനിൽക്കുകയാണ്. പക്ഷേ അപ്പോഴും വലിയ ജാഗ്രതയിൽ തന്നെയാണ് ആ പ്രദേശങ്ങളൊക്കെ തന്നെയും. അവിടെ സ്ഥലം വിട്ടുപോയവർ തിരികെ എത്തരുത് എന്നുള്ള നിർദ്ദേശം കൂടി സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാം? നീലിമ, പാകിസ്ഥാൻ അതിർത്തി മേഖലയായ ജമ്മു കാശ്മീർ, പൂഞ്ച്, രജൌരി മേഖലകളിലെല്ലാം ഇന്നത്തെ പുലർച്ചെ സമാധാനത്തിന്റെ പുലർച്ചയായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വീണ്ടും പ്രകോപനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നുവെങ്കിലും കഴിഞ്ഞ രാത്രി സമാധാനത്തിന്റെ രാത്രിയായിരുന്നു. യാതൊരു തരത്തിലുള്ള പ്രകോപനങ്ങളും, ഡ്രോൺ ആക്രമണങ്ങളോ മറ്റു പ്രകോപനങ്ങളോ ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഇന്നത്തെ പുലർച്ചെ വളരെ സമാധാനമായ ഒരു പുലർച്ചയായിരുന്നു. എന്നാൽ ഇപ്പോഴും ജനജീവിതം സാധാരണഗതിയിൽ ആയെന്ന് പറയാൻ കഴിയില്ല. എന്നാൽ പോലും വാഹനങ്ങൾ പുറത്തിറങ്ങുന്നുണ്ട്, ജനങ്ങൾ പുറത്തിറങ്ങുന്നുണ്ട്. എന്നാൽ സൈന്യം ഇപ്പോഴും വളരെ ശക്തമായി തന്നെ ഈ പ്രദേശങ്ങളെല്ലാം വീക്ഷിച്ചു വരുന്നുണ്ട്. കാരണം പാകിസ്ഥാനെ ഒരു രീതിയിലും നമുക്ക് വിശ്വാസത്തിൽ എടുക്കാൻ കഴിയില്ല. കാരണം വെടിനിർത്തൽ ധാരണ ഉണ്ടായതിൻ്റെ അന്നേ രാത്രി 10-ാം തീയതി അന്നേ രാത്രി തന്നെ ആയിരുന്നു പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഈ പ്രദേശങ്ങളിൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. അന്നും സൈന്യം വളരെ ശക്തമായി പാകിസ്ഥാനെ വീക്ഷിച്ചതുകൊണ്ട് മാത്രമാണ് അന്നുണ്ടായ ഡ്രോൺ ആക്രമണങ്ങൾ വളരെ ശക്തമായി തന്നെ തിരിച്ചടി ഭാരത സൈന്യത്തിന് നൽകാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ കേന്ദ്രവും സൈന്യവും വളരെ ശക്തമായി തന്നെ ഈ ഒരു പ്രദേശങ്ങൾ വീക്ഷിച്ചു വരുന്നുണ്ട്. എന്നാൽ ജനങ്ങൾ പഴയ രീതിയിൽ പുറത്തേക്ക് ഇറങ്ങാനും വാഹനങ്ങൾ പുറത്തേക്ക് ഇറങ്ങാനും തുടങ്ങുന്നുണ്ട്. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ തുടർച്ചയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ നടത്തുകയും ഓപ്പറേഷൻ സിന്ദൂറിൽ ഭീകര കേന്ദ്രങ്ങളാണ് ഭാരത സൈന്യം ലക്ഷ്യം വെച്ചിരുന്നത്. ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തിയപ്പോൾ പാകിസ്ഥാൻ സൈന്യം എന്തുകൊണ്ടോ അതിൽ അവർക്കൊരു എതിർപ്പ് തോന്നുകയോ അല്ലെങ്കിൽ അവർ അതിൽ എതിർക്കപ്പെടുകയും അല്ലെങ്കിൽ അവർ അതിനെതിരെ ഭയങ്കര ശക്തമായി പ്രതിരോധിക്കാൻ തുടങ്ങുകയും ധാരണ ഉണ്ടായതിനു ശേഷവും അവർ ആക്രമണം നടത്തുകയുമാണ് ചെയ്തത്. ഭീകരതയ്ക്ക് പാകിസ്ഥാൻ സൈന്യം കൊടുക്കുന്ന ശക്തമായ പിന്തുണ ഇതിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികളെല്ലാം ഒരു രീതിയിൽ സമാധാനത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും പാകിസ്ഥാൻ നമുക്ക് വിശ്വാസത്തിൽ എടുക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ സൈന്യം ഇപ്പോഴും ശക്തമായി ഈ ഒരു മേഖല വീക്ഷിച്ചു വരികയാണ്. ഓക്കെ സ്നേഹ.